എല്ലാവർക്കും നമസ്കാരം. ഞാൻ അലങ്കാർപട്ടികയിൽ നിന്നും അലങ്കാർപട്ടിക തൃശ്ശൂർ, നെല്ലിക്കുന്ന്, അതുപോലെ തന്നെ മാളയിലും ആയിട്ടുള്ളത്. ഇന്ന് കാണിക്കാൻ വരുന്നത് കോട്ട ബേസ് ഫാബ്രിക്കിൽ വരുന്ന കുറച്ച് സൽവാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ്. ലക്നൌവി വർക്കും അതുപോലെ ക്രോഷോ വർക്കും ഒക്കെ കോട്ടയിൽ വരും. നമുക്കറിയാം നല്ല കംഫർട്ടബിൾ ആണ് കോട്ട ഇടാനായിട്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് സെറ്റ്സ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് വേഗം കളക്ഷൻസ് കാണാം. അതിനു മുൻപായി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാം. വേഗം തന്നെ ഇന്നത്തെ കളക്ഷൻസ് കാണാം. ഇന്നത്തെ നമ്മുടെ സെറ്റില് ഫസ്റ്റ് ഒരു സെറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണോ, നല്ല ഒരു പിസ്ത ഗ്രീൻ ടു ഒരു ലാവൻഡർ, ഡാർക്ക് ലാവൻഡർ ഷെയ്ഡിലേക്കാണ്. ഇതിന്റെ യോക്ക് പോർഷനിലേക്ക്, ഇവിടെ ഈ യോക്ക് പോർഷനിലേക്ക് ആയിട്ടാണ് ക്രോഷോ ലേസ് അറ്റാച്ച് ചെയ്തേക്കുന്നത് കേട്ടോ. നമ്മൾ ഇങ്ങനെയാണ് വരുന്നത്. ക്രോഷോ ലേസ് അല്ല, ക്രോഷോ വർക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് പ്ലെയിൻ ആണ്. പ്ലെയിൻ മീൻസ് എന്ത്, സിക്സാക്ക് ആ ഒരു പാറ്റേൺ പ്രിന്റഡ് ആണ്. അതുപോലെ ഈ യോക്ക് പോർഷനിലേക്ക് ആയിട്ട് ക്രോഷോന്റെ ഒപ്പം തന്നെ ഇതുപോലെ പ്രിന്റും അതുപോലെ തന്നെ ചെറിയ വർക്കും ഷിമ്മറി വർക്കും നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് ഇത് വരുന്നത്. നല്ലോണം ലെങ്ത് ഉള്ള മെറ്റീരിയൽ, ഷോളൊക്കെ നല്ല ലെങ്ത് ഉള്ള മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത്. നല്ല ഒരു ഡാർക്ക് ലാവൻഡർ ടു പിസ്ത ഗ്രീൻ കോമ്പോയിലേക്കാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയിലും പ്രിന്റ് ആണ്. ദുപ്പട്ട എൻഡിങ്സിലേക്ക് ഇതുപോലെ ക്രോഷോയും, ഈ ഒരു എൻഡിങ്ങിൽ ഇങ്ങനെയും, ഇതുപോലെ ഓപ്പോസിറ്റ് എൻഡിങ്ങിൽ ഇങ്ങനെയുമാണ് ക്രോഷോ വർക്ക് വരുന്നത്. അതുപോലെ ദുപ്പട്ടേന്റെ സൈഡിലും ഇതുപോലെ ക്രോഷോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ബോട്ടം വരുന്നത് പ്യോർ കോട്ടണിൽ വരുന്ന ബോട്ടം ആണ്. സെയിം ഷെയ്ഡിൽ തന്നെ പ്യോർ കോട്ടണിൽ വരുന്ന ബോട്ടം ആണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് സെറ്റിന്റെ ഒരു ഓവറോൾ ലുക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ. ഇതിന്റെ പ്രൈസിങ് വരുന്നത് 1950 ആണ് ഇതിന്റെ പ്രൈസിങ് വരുന്നത്. കോട്ട ബേസ് ഫാബ്രിക്കില് നെക്സ്റ്റ് ഒരു സെറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. നേരത്തെ കാണിച്ചതിന്റെ സെയിം കളർ ചേഞ്ച് ആണ്. നല്ല ഒരു ഓഷ്യൻ ഗ്രീൻ ടു പിങ്ക് കോമ്പിനേഷനിലേക്കാണ്. ഡിസ്ക്രിപ്ഷൻസ് എല്ലാം സെയിം ആണ്. യോക്കിലേക്ക് ഇതുപോലത്തെ ക്രോഷോ വർക്ക് ആണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിന് ചുറ്റുമായിട്ട് ഇതുപോലത്തെ പ്രിന്റും ചെറിയൊരു ഷിമ്മറി വർക്കും ഉണ്ട് കേട്ടോ. ഇതിന്റെ ബാക്ക് പോർഷൻ ഇതുപോലെ സിക്സാക് പാറ്റേൺ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല രസമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പ് ഓഫ് സെറ്റ് ആണ് ഇത് വന്നിരിക്കുന്നത്. ഇതിന്റെ കൗണ്ടർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് പിങ്ക് ആണ്. പിങ്ക് ടു ഈ ഒരു ഓഷ്യൻ ഗ്രീൻ കോമ്പോയിലേക്കാണ് വന്നിരിക്കുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ള ദുപ്പട്ടയാട്ടോ ഇത് വന്നിരിക്കുന്നത്. ഇതിന്റെ ഒരു കോർണറിലേക്ക് ഇതുപോലെ ക്രോഷോ വർക്കും അതുപോലെ ഓപ്പോസിറ്റ് കോർണറിലേക്ക് ഇതുപോലെയാണ് ക്രോഷോ വർക്ക് വന്നിരിക്കുന്നത്. ദുപ്പട്ടയുടെ എൻഡിങ്സിലേക്ക് എല്ലാം ഈ ക്രോഷോ വർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് പ്യോർ കോട്ടന്റെ ബോട്ടം ആണ്. നല്ല രസമായിട്ട് നല്ല ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ഇട്ട് പോകാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സെറ്റ് ആണ്. പ്രൈസിങ് വരെ 1950. കോട്ട സെറ്റ്സില് നെക്സ്റ്റ് ഒരു കളർ കോംബോ വന്നിരിക്കുന്നത് നല്ല ഒരു ബേബി പിങ്ക് ടു ഗ്രേ ഷെയ്ഡിലേക്കാണ്. യോക്ക് പോർഷനിലേക്ക് ഇതുപോലെ ക്രോഷോ സെയിം ഡിസൈൻ പാറ്റേണും പ്രിന്റും തന്നെയാണ് യോക്കിലേക്ക് വന്നിരിക്കുന്നത്. ബാക്ക് സിക്സാക് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല ലെങ്ത് ആയിട്ടുള്ള ടോപ്പും ബോട്ടവും ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത്. രണ്ട് കളർ ഷെയ്ഡ്സ് വരുന്നത് ഗ്രേ ടു പിങ്ക് ആണ്. ബോർഡേഴ്സിലേക്ക് ഇതുപോലത്തെ ക്രോഷോ ആണ് ബോർഡേഴ്സിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഒരു കോർണറിൽ ഇങ്ങനെയും മറ്റേ കോർണറിലേക്ക് ഇതുപോലെയുമാണ് ക്രോഷോ ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് പിങ്ക് ഷെയ്ഡിലേക്ക്, ബേബി പിങ്ക് ഷെയ്ഡിലേക്ക് കോട്ടന്റെ ബോട്ടം ആണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് സെറ്റിന്റെ ഒരു ഓവറോൾ ലുക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ്. ഈ കോട്ട ഭയങ്കര സ്റ്റിഫ് ഉള്ള കോട്ടയൊന്നുമല്ല കേട്ടോ. നമുക്ക് നല്ലോണം ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പ് ഓഫ് കോട്ടയാണ് ഇത് വന്നിരിക്കുന്നത്. പ്രൈസിങ് വരെ 1950. പ്രീമിയം കോട്ട കളക്ഷൻസിൽ നെക്സ്റ്റ് ഒരു സെറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതിന്റെയും യോക്കിലേക്ക് ഹാൻഡ് എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് ആണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ. ഫുൾ ഫ്രഞ്ച് നോട്ട്സും അതുപോലെ തന്നെ ബുള്ളിയൻ ഫ്ലവേഴ്സ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. സീക്വൻസ് ഫിനിഷിംഗും ഉണ്ട്. ബാക്ക് പ്ലെയിൻ ആണ് ഇതിന്റെ വന്നിരിക്കുന്നത് കേട്ടോ. യോക്കിലേക്കാണ് ഇതിന്റെ വർക്ക് വന്നിരിക്കുന്നത്. ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതുപോലെ സെയിം ഷെയ്ഡിലേക്ക് തന്നെ നല്ല ഒരു എന്താ പറയുക ഓഷ്യൻ ഗ്രീൻ, ലൈറ്റ് ഓഷ്യൻ ഗ്രീൻ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതുപോലെ പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. ബോട്ടം വന്നിരിക്കുന്നത് സെയിം ഷെയ്ഡിലേക്ക് സാറ്റൻ സിൽക്കിന്റെ ബോട്ടം ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് സെറ്റിന്റെ ഒരു ഓവറോൾ ലുക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ പ്രൈസിങ് വരുന്നത് 1795. കോട്ടയില് നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് സെറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാട്ടോ. ഇതിൽ വന്നിരിക്കുന്നത് ഫുൾ ഇതുപോലത്തെ എംബ്രോയിഡറി ആണ് യോക്കിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ ബോഡി ഓൾ ഓവർ ഇതുപോലത്തെ ഹാൻഡ് എംബ്രോയിഡറി ആണ് ഇത് വന്നിരിക്കുന്നത്. ഇതുപോലെ ഇതിന്റെ ദുപ്പട്ടയിലും ഫുൾ ഹാൻഡ് എംബ്രോയിഡറി വരുന്നുണ്ട്. ബോട്ടം വന്നിരിക്കുന്നത് കോട്ടന്റെ ബോട്ടം ആണ് വന്നിരിക്കുന്നത്. ഒന്നുകൂടെ ക്ലോസ് അപ്പ് ലുക്ക് നോക്കാം. യോക്ക് പോർഷനിലേക്ക് ഇതുപോലത്തെ ഹാൻഡ് വർക്ക് ആണ്. ഓൾ ഓവർ ബോഡി ഇതുപോലെ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് വന്നിരിക്കുന്നത്. നല്ലോണം ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ്. ഇത് യു കട്ട് ചെയ്ത് വരുമ്പോൾ കുറച്ചും കൂടെ ഇതുപോലെ കയറി നിൽക്കും. ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് കോട്ടയിൽ തന്നെ ഇതുപോലെ ഹാൻഡ് എംബ്രോയിഡറി ആണ് ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എൻഡിങ്സ് ആണ് വന്നിരിക്കുന്നത്. എൻഡിങ്സിലേക്ക് കുറച്ചും കൂടെ ഹെവി ആയിട്ട് കാന്ത വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടന്റെ ബോട്ടം ആണ് ഇതിന് വന്നിരിക്കുന്നത്. സെയിം ഷെയ്ഡിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. ഒരു
ക്രീം ഷെയ്ഡിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് സെറ്റിന്റെ ഒരു ഓവറോൾ ലുക്ക്. പ്രൈസിംഗ് വരുന്നത് 2050. കോട്ട സെറ്റ്സിൽ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലേക്കാണ്. വർക്ക് വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലേക്കാട്ടോ. ഇത് നമ്മളൊരു കോളർ നെക്ക് ഒക്കെ തയ്ച്ചിട്ടോ നല്ല രസമുണ്ടാവും കാണാൻ. യോക്കിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. ഓൾ ഓവർ ബോഡിയും ഇതുപോലത്തെ ഹാൻഡ് എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആണ്. ലൈനിങ് ഇടുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഇത്രയും ലൈറ്റ് ടോണിലേക്ക് പോകണ്ടെന്നുള്ളവർക്കാണെങ്കിൽ ലൈനിങ് ഇടുമ്പോൾ കുറച്ചും കൂടെ ഒരു ഡാർക്കർ ടോണിൽ ലൈനിങ് ഇട്ടാൽ നല്ല രസമുണ്ടാവും കാണാനായിട്ട്. അല്ല പേസ്റ്റലിലേക്ക് തന്നെ ഇരുന്നാൽ മതിയെങ്കിൽ അങ്ങനെയും ഇരിക്കാം. ബോട്ടം വന്നിരിക്കുന്നത് കോട്ടൺ സെയിം ഷെയ്ഡിലേക്ക് തന്നെയുള്ള ബോട്ടം ആണ്. ഇങ്ങനെയാണ് സെറ്റിന്റെ ഒരു ഓവറോൾ ലുക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് പ്രൈസിങ് വരെ 2050. കോട്ടയിൽ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് വരുന്നത് ഇങ്ങനെയാണ്. നല്ല ഒരു ഗ്ലസന്റ് യെല്ലോ ഷെയ്ഡിലേക്കാണ്. ഫ്രണ്ട് പോർഷൻ ഫുൾ എംബ്രോയിഡറി ആരി വർക്ക് ആണ് വന്നിരിക്കുന്നത്. ദുപ്പട്ട വന്നിരിക്കുന്നത് ഷിഫോണിന്റെ കുഴഞ്ഞെടുക്കുന്ന ടൈപ്പ് ഓഫ് ദുപ്പട്ടയിൽ ക്രോഷ്യോ ലേസ് അറ്റാച്ച് ചെയ്യാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ ബോർഡറിലും അതുപോലെ ഇവിടെയും സെക്കൻഡ് ബോർഡറിലും ക്രോഷ്യോ ലേസ് നല്ല രീതിയിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് റിച്ച് ലുക്ക് തോന്നിക്കുന്ന സാരിയാണ്, സെറ്റാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിന്റെ ഓൾ ഓവർ ദ ബോഡി ഇതുപോലത്തെ ആരി വർക്കും ചെറുതായിട്ട് ഒരു സീക്വൻസ് ഫിനിഷിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇതിന്റെ ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ യെല്ലോ ഷെയ്ഡിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ദുപ്പട്ടേന്റെ മിഡിൽ പോർഷനിലേക്ക് ഇതുപോലെ ഷിഫോണിന്റെ ദുപ്പട്ടയാണ്. മിഡിൽ പോർഷനിലേക്ക് ഇതുപോലെ ചെറിയൊരു സീക്വൻസ് ഫിനിഷിംഗ് ഉണ്ട്. ബോർഡേഴ്സ് സെക്കൻഡ് ബോർഡർ വരുന്നത് ഇതുപോലെ വീതിയുള്ള ക്രോഷ്യോ ലേസും ഫസ്റ്റ് ബോർഡർ വരുന്നത് ചെറിയൊരു ക്രോഷ്യോ ലേസും ആണ് കേട്ടോ. ഇനി ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് ഇതുപോലെ കോട്ടന്റെ ബോട്ടം ആണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഇട്ട് പോകാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സെറ്റ് ആണ് ഇത് വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രൈസിങ് വരുന്നത് 1975. നെക്സ്റ്റ് സെറ്റ് വന്നിരിക്കുന്നത് നേരത്തെ കാണിച്ച യെല്ലോന്റെ കളർ ചേഞ്ച് ആട്ടോ. നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലേക്കാണ്. ടോപ്പ് വന്നിരിക്കുന്ന ഒരു ഡാർക്കർ ഷെയ്ഡും ദുപ്പട്ട ചെറിയൊരു ലൈറ്റർ ടോണിലേക്കുമാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് കേട്ടോ. നമുക്കൊന്നും കൂടെ ക്ലോസ്അപ്പ് ലുക്ക് നോക്കാം. വർക്ക് വരുന്നത് ആരി വർക്ക് ആണ്. കോട്ടയാണ് ബേസ് ഫാബ്രിക്. ബാക്ക് പോർഷൻ വരുന്നത് പ്ലെയിൻ ആണ് വന്നിരിക്കുന്നത്. നല്ലോണം ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പ് ഓഫ് ഫാബ്രിക് ആണ്. ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതുപോലെ ഷിഫോണിന്റെ ദുപ്പട്ടയാണ് വിത്ത് എംബ്രോയിഡറി ആയിട്ട്. ഇതിന്റെ ഫസ്റ്റ് ബോർഡർ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ചെറിയ ക്രോഷ്യോ ലേസും സെക്കൻഡ് ബോർഡർ വന്നിരിക്കുന്നത് വീതിയുള്ള ക്രോഷ്യോ ലേസും ആണ്. ബോട്ടം വന്നിരിക്കുന്നത് കോട്ടന്റെ ബോട്ടം ആണ്. നല്ല രസമായിട്ട് നമുക്ക് ഇട്ട് പോകാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സെറ്റ്സ് ആണ്. പ്രൈസിങ് വരുന്നത് 1975. കോട്ട സെറ്റ്സിൽ ലാസ്റ്റ് ഒരു സെറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതും ഒരു ലൈറ്റ് ബ്ലൂ ഗ്രീൻ ആ ഒരു ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡും ആണ്. ഇതിന്റെ ഓൾ ഓവർ ഇതുപോലത്തെ ലക്നൗവി വർക്ക് ആണ് വന്നിരിക്കുന്നത്. പ്രിന്റും വന്നിട്ടുണ്ട്. ഒന്നും കൂടി ക്ലോസ്അപ്പ് ലുക്ക് നമുക്ക് നോക്കാം. യോക്ക് പോർഷനിലേക്ക് ഇതുപോലെ പ്രിന്റും ലക്നൗവി വർക്കും ആണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തേക്കുന്ന വർക്കാണ്. കോട്ടയിലെ ഈ ഒരു വർക്ക് നമുക്ക് സാരീസിലും കാണാം, സൽവാർ മെറ്റീരിയലിലും കാണാം. നല്ല ക്ലാസി ആൻഡ് എലഗന്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. നല്ല പ്രിന്റഡ് ആയിട്ടുള്ള ബാക്ക് പോർഷൻ ആണ് വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് കോട്ട സിൽക്കിലേക്കാണ് ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് കേട്ടോ. പ്രിന്റഡ് കോട്ട സിൽക്കിൽ വരുന്ന ദുപ്പട്ടയാണ്. താഴെ പോർഷനിലേക്ക് ഇതുപോലെ പ്രിന്റ് വരും. ബോട്ടം വന്നിരിക്കുന്നത് സെയിം ഷെയ്ഡിലേക്ക് തന്നെ കോട്ടൺ സിൽക്കിന് കുറച്ചും കൂടെ ഒരു പൊടി ഡാർക്കർ ടോണിലേക്കാണ് ബോട്ടം വന്നിരിക്കുന്നത്. കോട്ടൺ സിൽക്കിന്റെ ബോട്ടം ആണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് സെറ്റിന്റെ ഒരു ഓവറോൾ ലുക്ക്. പ്രൈസിംഗ് വരെ 2050. ഇന്നത്തെ നമ്മുടെ എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ ഏതെങ്കിലും കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ നമ്മുടെ താഴെയുള്ള ടൈറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് വാട്സ്ആപ്പ് ചെയ്യാം. കൂടുതൽ ഗൈഡൻസും ഡീറ്റെയിൽസും വാട്സ്ആപ്പിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഇനി നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസുമായി വീണ്ടും കാണാം. അതൊരിക്കലും സേഫ് ആയിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച്.